നമസ്കാരം. നാളെ എറണാകുളം വഞ്ചി സ്ക്വയറിന് സമീപത്തുള്ള സെയിന്റ് മദർ തെരേസ സ്ക്വയറിൽ വെച്ചിട്ട് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെയും കേരള ലാറ്റിൻ കത്തോലിക് അസോസിയേഷന്റെയും അതുപോലെ തന്നെ കേരള റീജിയണൽ ലാറ്റിൻ കത്തോലിക് കൗൺസിലിന്റെയും നേതൃത്വത്തിൽ ഒരു നിരാഹാര സമരം നടക്കുകയാണ്. അതായത് നാളെ മുനമ്പം സമരത്തിന് തുടക്കം കുറിച്ചിട്ട് 350 ദിവസം ആവുകയാണ്. കഴിഞ്ഞ 1.5 വർഷത്തിലേറെ കാലമായിട്ട് ഞാൻ ഈ മുനമ്പം വിഷയവുമായി സഹകരിച്ച് പഠിച്ച് വരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ KLCOയോടും മുനമ്പം ഭൂസംരക്ഷണ സമിതിയോടും KRLCCയോടും ചില ചോദ്യങ്ങൾ ഉന്നയിക്കാനുണ്ട്. എനിക്ക് അവരോട് ആദ്യമായി ചോദിക്കാനുള്ളത് എന്തിനാണ് ഈ സമരം എന്നുള്ളതാണ്. എൻ്റെ അനുഭവത്തിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭൂസംരക്ഷണ സമിതി എന്ന് പറയുന്നത് തന്നെ ഒരു ഉഡായിപ്പ് പരിപാടിയാണ്. അതിന്റെ ആരംഭം മുതൽ അവിടുത്തെ പള്ളിയിലെ വികാരിയായ ഫാദർ ആന്റണി സേവ്യർ തറയിൽ ആണ് അതിന്റെ രക്ഷാധികാരി. ഒരു ജോസഫ് റോക്കിയാണ് അതിന്റെ ചെയർമാൻ, ഒരു ജോസഫ് ബെന്നിയാണ് അതിന്റെ വൈസ് ചെയർമാൻ. അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മുനമ്പത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു ആശ്വാസം കണ്ടെത്തി നൽകുക എന്ന് ആയിരുന്നില്ല. മറിച്ച് അവരുടെ ലക്ഷ്യം അവരെ പ്രതിദാനം ചെയ്യുന്ന കോൺഗ്രസിന്റെ നിലപാടുകളെ ന്യായീകരിക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തി വന്നിരുന്നത്. ഉദാഹരണത്തിന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ മുനമ്പം വിഷയം ഏറ്റവും കൂടുതൽ പഠിച്ചത് ബഹുമാനപ്പെട്ട ഫാദർ ജോഷി മയ്യാറ്റിലും ഞാനും ആണ് എന്നുള്ള കാര്യം മുനമ്പത്തെ ജനത ഉൾപ്പെടെ ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒന്നും പകരം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാനും ഫാദർ ജോഷി മയ്യാറ്റിലും ഇതിലേക്ക് ഇറങ്ങിയത്. എങ്ങനെയെങ്കിലും അവിടുത്തെ പാവപ്പെട്ട ജനത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യം. ഈ പുതിയ ഭേദഗതി വരുന്നതിന് മുൻപുള്ള 1995 വഖഫ് നിയമപ്രകാരം ഇത്തരത്തിൽ വഖഫ് ബോർഡ് ഒരു വസ്തു വഖഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് മുന്നിലുള്ള ഏക പരിഹാരം എന്ന് പറയുന്നത് വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ പാർലമെന്റിനോ കേരള അസംബ്ലിക്കോ ഇവൻ സുപ്രീം കോടതിക്ക് പോലും അവർക്ക് മറ്റൊരു തരത്തിലുള്ള പരിഹാരം നൽകാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ സമരത്തിന് പോകാതെ ഇവർ ചെയ്യേണ്ടിയിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലഭ്യമായിട്ടുള്ള നിയമ നടപടികളുമായി വഖഫ് ട്രൈബ്യൂണലിൽ കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ആ കേസ് ജയിക്കണം എന്നുണ്ടെങ്കിൽ ശക്തമായ വ്യക്തമായ രേഖകൾ നമ്മൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. ഞാനൊക്കെ അവിടെ ബന്ധപ്പെടുന്നതിന് മുൻപായിട്ട് അവർ ഈ 1950 നവംബർ മാസം 1-ാം തീയതി സിദ്ദിഖ് സേട്ടു എഴുതിയ പ്രമാണത്തിനെ വച്ചു മാത്രമാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. ഞാൻ അവിടെ ഇടപെട്ടതിനു ശേഷം 1915 മുതലുള്ള രേഖകൾ രജിസ്റ്റേർഡ് പ്രമാണങ്ങൾ കണ്ടെത്തി വസ്തുനിഷ്ഠമായി സ്ഥാപിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിദ്ദിഖ് സേട്ടു 404.76 ഏക്കർ വസ്തു അള്ളാഹുവിന് ദാനം നൽകി എന്ന് പറയപ്പെട്ടിരുന്ന സിദ്ദിഖ് സേട്ടുവിന് അന്നേ ദിവസം അവിടെ ദാനം ചെയ്യാനായി തൻ്റെ വകയായി 1 സെന്റ് വസ്തു പോലും ഉണ്ടായിരുന്നില്ല എന്നാണ്. ആ രേഖകളൊക്കെ കണ്ടെത്തി ഞാൻ കൊടുത്തതിന് ശേഷവും മുനമ്പത്തെ ഭൂസംരക്ഷണ സമിതിയോട് പറഞ്ഞു, നിങ്ങൾ ദയവായി ഓടി വഖഫ് ട്രൈബ്യൂണലിൽ ചെന്ന് ഒരു കേസ് കൊടുക്കൂ എന്ന്. പക്ഷേ അവർ അതിന് മൈൻഡ് ചെയ്തില്ല. അവർ അവിടുത്തെ ജനങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയതിനു ശേഷം അവർ നേരെ പോയത് ഹൈക്കോടതിയിലേക്കാണ്. അവിടെ ഹൈക്കോടതി വരാന്തയിലൂടെ നിരങ്ങുക എന്നുള്ളതായിരുന്നു അവരുടെ ഒറ്റ പരിപാടി. അവരുടെ അന്തർലീനമായ ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും മുനമ്പത്തെ ഒരു വഖഫായി വഖഫ് ട്രൈബ്യൂണലിനെ കൊണ്ട് പറയിക്കുക. വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ ഫറൂഖ് കോളേജ് 2 കേസുകൾ കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ എങ്ങനെയെങ്കിലും ട്രൈബ്യൂണൽ അതൊരു വഖഫാണെന്ന് പ്രഖ്യാപിക്കുക, അതിലൂടെ മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുക, ഈ ഭൂസംരക്ഷണ സമിതിയുടെ നേതാക്കൾക്ക് നേരത്തെ പറഞ്ഞ വാഗ്ദാനം അനുസരിച്ചുള്ള സമ്മാനം ലഭിക്കുക, അവർക്ക് പിന്നെ എവിടെ വേണമെങ്കിലും പോകാം. അതിലൂടെ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മുനമ്പത്തെ ജനങ്ങൾ ആത്മഹത്യയുടെ വക്കിലെത്തും. കാരണം വഖഫ് ട്രൈബ്യൂണൽ ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫൈനലാണ്. അതിനുള്ള ഒരു സാഹചര്യമാണ് ഈ ഭൂസംരക്ഷണ സമിതി മനഃപൂർവ്വം ഈ വഖഫ് ബോർഡിന് ഉണ്ടാക്കി കൊടുത്തിരുന്നത്. ഈ കോൺഗ്രസ് എന്താണോ പറയുന്നത് അതിനപ്പുറം ഒരു ചുവട് വയ്ക്കാൻ ഈ ഭൂസംരക്ഷണ സമിതി തയ്യാറായിരുന്നില്ല. അവരുടെ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരുന്നു.
ഞാൻ 3-4 പ്രാവശ്യം മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് മുനമ്പത്തെ വേളാങ്കണ്ണി മാതാ പള്ളിയിൽ ചെന്നിരുന്നു. എന്നാൽ ഒരു പ്രാവശ്യം പോലും ഈ ഭൂസംരക്ഷണ സമിതിയുടെ രക്ഷാധികാരി എന്ന് പറയുന്ന ഈ ആന്റണി സേവ്യർ തറയിൽ എന്നെ ഒന്ന് കാണാനോ പരിചയപ്പെടാനോ അറ്റ്ലീസ്റ്റ് ടെലിഫോണിൽ ഞാനുമായി ബന്ധപ്പെടാനോ ഒരു പ്രാവശ്യം പോലും ശ്രമിച്ചിട്ടില്ല ഇന്നേ ദിവസം വരെ. അദ്ദേഹം എന്നിൽ നിന്നും എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ എന്നെ ഭയമായിരുന്നു. ഞാൻ ഈ മുനമ്പം വിഷയത്തിൽ ഇടപെടുന്നതേ അദ്ദേഹത്തിന് ഒരു താല്പര്യവും ഉള്ള കാര്യം ആയിരുന്നില്ല. അതുപോലെ തന്നെ ആയിരുന്നു ഇതിന്റെ ചെയർമാനും വൈസ് ചെയർമാനും എല്ലാവരും തന്നെ. എന്നാൽ അവിടുത്തെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആൾക്കാർ എന്നെയും ഫാദർ ജോഷി മയ്യാറ്റിലിനെയും കാണുന്നത് അവരുടെ രക്ഷക വേഷത്തിൽ ആണ്. അത് അവർ സ്വയം പറയുന്നതും നിങ്ങളൊന്ന് കാണണം. സാലൻ ദേവൻ സാറുണ്ടല്ലോ, ഞങ്ങളുടെ രക്ഷകൻ, ഞങ്ങളുടെ ലീഗൽ അഡ്വൈസർ, ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഏറ്റവും വലിയ രക്ഷകരെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ജോഷി മയ്യാറ്റിൽ അച്ഛനല്ലേ. ജോഷി മയ്യാറ്റിൽ അച്ഛനും ഇതിനകത്ത് യഥാർത്ഥത്തിൽ രക്ഷകരെന്ന് പറയുന്നത് ജോഷി മയ്യാറ്റിൽ അച്ഛനും സ്റ്റാലിൻ ദേവൻ സാറും. ഞാൻ നേരത്തെ പറഞ്ഞ ഈ 3 പേരും ഒരു പ്രത്യേക ജനസിൽപ്പെട്ട ആൾക്കാരാണ്. സ്വന്തം ജനതയെ അറിഞ്ഞുകൊണ്ട് വഞ്ചിക്കുന്നതിൽ അവർക്ക് യാതൊരു ഖേദവും ഇല്ല. നമുക്കറിയാം, ഈ 1995 തികച്ചും പ്രാകൃതവും ഭരണഘടനാ വിരുദ്ധവുമായ വഖഫ് നിയമം കൊണ്ടുവന്നതും ഈ മുനമ്പത്തെ ജനതയെ എന്നേക്കുമായി കണ്ണീരിലാഴ്ത്തിയതും ഈ കോൺഗ്രസ് പാർട്ടി ആണ്. ഞാൻ മുനമ്പത്തെ ജനങ്ങളോട് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഈ സമരം കൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഖഫ് ആക്ടിന്റെ വ്യവസ്ഥകളുടെ വെളിച്ചത്തിൽ സംസ്ഥാന സർക്കാരിനോ പാർലമെന്റിനോ സുപ്രീം കോടതിക്ക് പോലുമോ അവർക്കൊരു പരിഹാരം നൽകാൻ സാധിക്കില്ല. അവർ പോകേണ്ടത് വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ മാത്രമായിരുന്നു. ഞാൻ പറഞ്ഞതൊന്നും അവർ കേട്ടില്ല. അവസാനം കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞു, നിങ്ങൾ വരേണ്ടത് ഇവിടെയല്ല, നിങ്ങൾ പോകേണ്ടത് വഖഫ് ട്രൈബ്യൂണലിൽ ആണ് എന്ന്. അതിനുശേഷം മാത്രമാണ് അവർ വഖഫ് ട്രൈബ്യൂണലിൽ പോകാൻ തയ്യാറായത്. അവരുടെ ഭാഗ്യത്തിന് അന്നേ ദിവസം വരെ വഖഫ് ട്രൈബ്യൂണൽ ഒരു വിധി പറഞ്ഞിരുന്നില്ല. അത് പറഞ്ഞിരുന്നു എങ്കിൽ അത് അന്തിമമായതിനെ. പിന്നെ മുനമ്പത്തെ ജനങ്ങളുടെ മുന്നിൽ യാതൊരു വിധത്തിലുമുള്ള പരിഹാരവും ഉണ്ടാകുമായിരുന്നില്ല. കഴിഞ്ഞ 1 വർഷമായിട്ട് അവർ സമരം ചെയ്യുകയാണ്. എന്തെങ്കിലും പ്രയോജനം ഇന്നേ ദിവസം വരെ ഉണ്ടായോ? ഒരിക്കലും ഉണ്ടാകില്ല. കാരണം കേരള സർക്കാരിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കേന്ദ്ര സർക്കാരിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തിനാണ്, ആരുടെ മുന്നിലാണ്, എന്തിനു വേണ്ടിയാണ് ഇവർ ഈ സമരം ചെയ്യുന്നത്? അവസാനം അവർ വഖഫ് ട്രൈബ്യൂണലിൽ ചെന്നപ്പോൾ പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സിവിൽ കേസ് നടത്തി പരിചയമില്ലാത്ത ഹൈക്കോടതിയിലെ ഒരു സീനിയർ അഭിഭാഷകനെയാണ് തങ്ങളുടെ ജോലി അവർ ഏൽപ്പിച്ചത്. കാരണം അദ്ദേഹവും ഒരു കോൺഗ്രസ് നേതാവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2024 സെപ്റ്റംബർ മാസം 27-ാം തീയതി എറണാകുളം വഞ്ചി സ്ക്വയറിൽ വച്ച് നടന്ന ശ്രദ്ധ ക്ഷണിക്കൽ യോഗത്തിൽ അഡ്വക്കേറ്റ് ഷെറിയും ജൂഡ് ജോസഫും പങ്കെടുത്തിരുന്നു. അന്ന് അവരുടെ MP ആയ ഹൈബി ഈഡനും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിന് ശേഷം അവരുടെ MP ആയ ഹൈബി ഈഡൻ ഈ 2 നേതാക്കളോടും കൂടാതെ മുനമ്പത്തെ പള്ളി വികാരിയോടും പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു സംവിധാനമാണ്. നിങ്ങൾക്ക് അവരോട് മത്സരിച്ച് ജയിക്കാൻ കഴിയില്ല. അതിനാൽ 10 സെന്റിന് മുകളിൽ വസ്തുവുള്ള ആൾക്കാർക്ക് അവരുടെ വീടും 5 സെന്റും കൊടുക്കും. അതിന് താഴോട്ടുള്ളവർക്ക് അവരുടെ വീടും 3 സെന്റും നൽകും. അതാണ് ഒരു കോംപ്രമൈസ് ഫോർമുല എന്ന് പറയുന്നത്. അതുകൊണ്ട് കിട്ടുന്നതും വാങ്ങി തൃപ്തരാകാനാണ് ഈ എറണാകുളം MP സ്വന്തം ആൾക്കാരോട് പറഞ്ഞത്. അതിനുശേഷമാണ് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ മുനമ്പത്ത് ഈ റിലേ നിരാഹാര സമരം തുടങ്ങിയത്. അപ്പോൾ തീർച്ചയായിട്ടും ആ സമരം കൊണ്ട് മുനമ്പം വിഷയം ലോക ശ്രദ്ധ പിടിച്ചുപറ്റി എങ്കിലും ആ സമരത്തിലൂടെ അവർക്ക് ഒരു പരിഹാരവും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. നാം ഓർക്കണം, വഖഫ് ആക്ടിന്റെ സെക്ഷൻ 40 പ്രകാരമാണ് വഖഫ് ബോർഡ് മുനമ്പത്തെ വസ്തു ഏറ്റെടുത്തത്. എന്നിട്ടും പ്രതിപക്ഷ നേതാവായ VD സതീശൻ മുനമ്പത്ത് വന്നിട്ട് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ കൊണ്ടുവന്ന ഈ വഖഫ് ആക്ടും മുനമ്പത്തെ വിഷയവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അധികാരത്തിൽ വരികയാണ് എങ്കിൽ 10 മിനിറ്റിനകം മുനമ്പം വിഷയം പരിഹരിക്കപ്പെടും. എനിക്ക് അദ്ദേഹത്തോടും ഈ നാട്ടുകാരോടും പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്തെ ഒരു ശക്തിക്കും ഈ മുനമ്പം വിഷയം 10 മിനിറ്റിനകം പരിഹരിക്കാനുള്ള യാതൊരു വകുപ്പും ആ വഖഫ് ആക്ടിൽ ഇല്ല. തുടർന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ സെക്ഷൻ 40 എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു വസ്തു വഖഫാണോ അല്ലയോ എന്ന് ആര് തീരുമാനിക്കും
എന്നാണ്. കൂടാതെ അദ്ദേഹം പറഞ്ഞു, അഥവാ മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ വഖഫ് ആക്ടിലെ സെക്ഷൻ 53 എടുത്ത് മാറ്റേണ്ടത് എന്ന്. എന്താണ് സെക്ഷൻ 53 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഒരു പള്ളി ഒരു വഖഫാണെന്ന് കരുതുക. ആ പള്ളിയെ കുറച്ച് വസ്തു അവരുടെ പൈസ കൊണ്ട് വാങ്ങണം. അങ്ങനെ വസ്തു വാങ്ങുന്നതിന് മുൻപായിട്ട് അവർ വഖഫ് ബോർഡിന്റെ പ്രയർ പെർമിഷൻ വാങ്ങിയിരിക്കണം. എന്തിനാണ് സതീശ അതെടുത്ത് മാറ്റുന്നത്? എന്തുകൊണ്ടാണ് സതീശ സെക്ഷൻ 40 മാറ്റിക്കൂടാത്തത്? ഇപ്പോൾ നാം കണ്ടു, കഴിഞ്ഞ 15-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൊണ്ടുവന്ന ഇടക്കാല ഉത്തരവിൽ ഈ BJP സർക്കാർ കൊണ്ടുവന്ന ഈ ഭേദഗതി നിയമത്തിൽ യാതൊരു അടിസ്ഥാനപരമായ ഭരണഘടനാ വിരുദ്ധതയും ഇല്ല എന്നാണ് പറഞ്ഞത്. എങ്കിൽ തന്നെയും നമ്മുടെ 140 MLA-മാരും കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം 14-ാം തീയതി ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ വരാൻ പോകുന്ന പുതിയ വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണ്, അത് പാസ്സാക്കപ്പെടാൻ പാടില്ല എന്ന്. എന്തിനാണ്? മുസ്ലിങ്ങളിലെ വോട്ട്, അതിനുവേണ്ടിയുള്ള കളിപിടി മാത്രമായിരുന്നു അത്. അതിനുശേഷം വീണ്ടും മുനമ്പം ജനതയെ പറ്റിക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ എന്തു ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നവംബർ മാസം 22-ാം തീയതി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു. എന്തിനാണ്? മുനമ്പം വിഷയം പരിഹരിക്കാൻ. നമുക്ക് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാക്കാൻ പറ്റും, മുനമ്പം വിഷയം ഇപ്പോൾ ഒരു കോടതിയുടെ മുന്നിൽ ആണ്, വഖഫ് ട്രൈബ്യൂണലിന്റെ മുന്നിൽ ആണ്. അങ്ങനെ ഒരു കേസ് നിലനിൽക്കുമ്പോൾ ഏത് കമ്മീഷനാണ് അതിനെ ഓവർറൈഡ് ചെയ്തുകൊണ്ട് മുനമ്പം വിഷയത്തിന് ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുക? അതും തികച്ചും ഈ മുനമ്പത്തെയും ഈ നാട്ടുകാരെയും പറ്റിക്കാനുള്ള LDF സർക്കാരിന്റെ മറ്റൊരു ശ്രമം ആയിരുന്നു. BJP-ക്കാർ പറഞ്ഞു നടന്നത് ഈ വരാൻ പോകുന്ന ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കും എന്നും അതിലൂടെ മുനമ്പത്തെ എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നാണ്. എന്നാൽ ഈ കൊണ്ടുവന്ന ബില്ലിന്റെ സെക്ഷൻ 1 തന്നെ പറഞ്ഞിരുന്നു എന്ന് മുതലാണ് ഈ ആക്ട് നിലവിൽ വരിക എന്ന്. അതായത് അന്നേ പറഞ്ഞിരുന്നു ഈ ആക്ടിന് ഒരു റെട്രോസ്പെക്റ്റീവ് മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കില്ല എന്ന്. എന്നിട്ടും അവർ വിളിച്ചു പറഞ്ഞത് ഇതിന് മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കും എന്നാണ്. പക്ഷേ മുനമ്പം ജനതയുടെ ഭാഗ്യത്തിന് ആ ബില്ല് JPC-യുടെ പരിഗണനയ്ക്ക് വിടുകയും JPC മഹാരാഷ്ട്രയിലുള്ള ബോറ എന്ന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു സെക്ഷൻ 2A എന്നുള്ള ഒരു ഇൻസേർഷൻ ഈ ബില്ലിൽ കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിൽ JPC റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ വെരി നെക്സ്റ്റ് ഡേ ഞാൻ പറഞ്ഞു, മുനമ്പം വിഷയം ഈ ബില്ല് ഇതുപോലെ പാസ്സാക്കപ്പെട്ടാൽ പരിഗണിക്കപ്പെടും എന്ന്. അതായത് ഇന്ത്യയിലെ BJP-ക്കാർക്ക് പോലും അറിയില്ലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരിഷ്കാരം കൊണ്ട് മുനമ്പം വിഷയം പരിഹരിക്കപ്പെടും എന്ന്. എന്നാൽ കേരളത്തിൽ നിന്നും ലോക്സഭയിലും രാജ്യസഭയിലും ഉള്ള ആകെ 29 MP-മാരിൽ സുരേഷ് ഗോപി ഒഴിഞ്ഞ ബാക്കിയുള്ള എല്ലാവരും ഈ വഖഫ് ഭേദഗതിയെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്തു. ഹൈബി ഈഡനും ആ ഭേദഗതിയെ എതിർക്കുന്നതിൽ ഒരു നാണവും മാനവും ഇല്ലായിരുന്നു. എന്തായാലും ആ ബിൽ പാസ്സാക്കപ്പെട്ടു. ഇപ്പോൾ പുതിയ ആക്ട് നിലവിൽ വന്നു. ആക്ട് നിലവിൽ വന്നാൽ പിന്നെ റൂൾസ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ആ ആക്ടിനെ നടപ്പിൽ വരുത്താൻ സാധിക്കൂ. അതായത് 5-ാം തീയതി ഏപ്രിൽ 5-ാം തീയതി പ്രസിഡന്റ് ആ ആക്ട് ഒപ്പിട്ടു. എന്നാൽ അതിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ കോൺഗ്രസും മുസ്ലിം ലീഗും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും എല്ലാം ചേർന്ന് സുപ്രീം കോടതിയെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ്, ഇതിനെ സ്റ്റേ ചെയ്യണം എന്ന്. അതിൽ വാദം കേട്ട സുപ്രീം കോടതി 4 മാസം കഴിഞ്ഞ് കഴിഞ്ഞ 15-ാം തീയതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിധി പറഞ്ഞത്. അത് ഈ നിയമത്തെ എതിർത്ത എല്ലാ വ്യക്തികളുടെയും മുഖത്തേറ്റ അടി ആയിരുന്നു. എന്നിട്ടും ആ വിധിയെ തന്നെ വളച്ചൊടിച്ച് ആൾക്കാരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കാനാണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ചെയ്തത്. അപ്പോൾ VD സതീശൻ പറഞ്ഞത് എന്താണ്? സുപ്രീം കോടതി വിധി തെറ്റാണ്, ഈ ആക്ട് 100% ഭരണഘടനാ വിരുദ്ധമാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെ എടുത്ത് അറബിക്കടലിൽ കളയും എന്നാണ് VD സതീശൻ പറഞ്ഞത്. അപ്പോൾ ഇതിന്റെയൊക്കെ വെളിച്ചത്തിൽ എനിക്ക് നാളെ എറണാകുളത്ത് സമരം നടത്താൻ പോകുന്ന ആൾക്കാരോട് ചോദിക്കുന്നത്, ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പുതിയ ഭേദഗതി നിയമത്തിലൂടെ അതിലെ സെക്ഷൻ 2A കൂടി മുനമ്പത്തിന് പരിഹാരം ഉണ്ടാകുമോ ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ BJP സർക്കാർ ഇപ്പോൾ അതിന്റെ റൂൾസ് ഫ്രെയിം ചെയ്ത് വീണ്ടും ഈ സെക്ഷൻ 108B പ്രകാരം പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ കോൺഗ്രസ്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുമോ എതിർക്കുമോ? നിങ്ങൾ നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കളോട് അവർ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഹർജികൾ പിൻവലിക്കാൻ ആവശ്യപ്പെടുമോ? ഇപ്പോൾ മുനമ്പം ഭൂ സംരക്ഷണ സമിതി പറയുന്നു അവർ അവരുടെ സമരം മറ്റ് തലത്തിലേക്ക് വ്യാപിപ്പിക്കും എന്നാണ്. ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് അവിടെ പോയിരുന്നപ്പോൾ ഞാൻ ആ സമരവേദിയിൽ കണ്ടത് ആകപ്പാടെ 4 പേരെയാണ്.
അപ്പോൾ അതാണ് ഇപ്പോൾ സമരത്തിന്റെ അവസ്ഥ. ഈ സമരം നിങ്ങൾ ഇനി 1 വർഷമല്ല 100 വർഷം ചെയ്താലും സമരത്തിൽ കൂടി നിങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. അഥവാ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ശ്രദ്ധ ക്ഷണിക്കണമെന്നുണ്ടെങ്കിൽ അത് കേന്ദ്രത്തിലെ സർക്കാരിന്റെ ശ്രദ്ധയാണ്. നിങ്ങൾ അവരോട് അപേക്ഷിക്കണം, ഈ സുപ്രീം കോടതി വിധി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ദയവായി എത്രയും വേഗം ആ റൂൾസ് ഫ്രെയിം ചെയ്യൂ, അതിനുശേഷം അതിനെ പാർലമെന്റിൽ വെച്ച് പാസ്സാക്കൂ. ഞങ്ങളുടെ പ്രതിപക്ഷ എംപിമാരെല്ലാം ആ റൂൾസിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യാം. എത്രയും വേഗം നിങ്ങൾ ഈ മുനമ്പം വിഷയം പരിഹരിക്കൂ എന്നാണ് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കേണ്ടത്. കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ഷെറി തോമസിനും അതുപോലെ തന്നെ കേരള റീജിയണൽ ലാറ്റിൻ കത്തോലിക് കൗൺസിലിന്റെ പ്രസിഡന്റായ ജൂഡ് ജോസഫിനും നിക്ഷിപ്തമായ താല്പര്യങ്ങൾ ഉണ്ട്. അവർക്ക് 2026 വരുന്ന അസംബ്ലി ഇലക്ഷനിൽ MLA ആയി മത്സരിക്കണം. അപ്പോൾ അടുത്തു തന്നെ ഉണ്ടാകാൻ പോകുന്ന മുനമ്പം വിഷയത്തിന്റെ പ്രശ്ന പരിഹാരത്തിന്റെ ക്രെഡിറ്റ് എങ്ങനെയെങ്കിലും കോൺഗ്രസിന് അടിച്ചു മാറ്റി കൊടുക്കാനുള്ള ഒരു വൃഥ ശ്രമമാണ് ഇവരെല്ലാം കൂടി ഇപ്പോൾ നടത്തുന്നത്. എനിക്ക് മുനമ്പം ജനതയോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. ഭാവിയിൽ എന്തെങ്കിലും ഈ കോൺഗ്രസ് വീണ്ടും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ VD സതീശനെ പോലെയും ഹൈബി ഈഡനെ പോലെയും ഉള്ളവരൊക്കെ തന്നെ എന്ത് ചെയ്യും? അവർ പഴയ നിയമത്തിനെ തിരിച്ചു കൊണ്ടുവരും. അന്ന് ഇതുപോലെ സമരം ചെയ്യേണ്ടി വരിക എന്നുള്ളത് നിങ്ങളുടെ വരും തലമുറയ്ക്ക് ആയിരിക്കും. അക്കാര്യം നിങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഇന്ത്യ മഹാരാജ്യം കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത് എങ്കിൽ എനിക്ക് മുനമ്പത്തുകാരോട് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആത്മഹത്യ അല്ലാതെ എന്തു ചെയ്യുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് മുനമ്പത്തെ ജനങ്ങൾ ഈ ആട്ടിൻ തോലിട്ട ചെന്നായകളെ തിരിച്ചറിഞ്ഞിരിക്കണം. നിങ്ങളെ ആപത്തിൽ സഹായിച്ചത് ആരാണെന്നുള്ള ഒരു ഓർമ്മ നിങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കണം. ഞാനും മുനമ്പത്തെ ജനങ്ങളെ പോലെ തന്നെ ഒരു കോൺഗ്രസ് അനുകൂല കുടുംബത്തിൽ നിന്നും വന്ന വ്യക്തിയാണ്. പക്ഷേ ഞാൻ ഈ വഖഫ് ആക്ട് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനെക്കാളും കടുത്ത മുസ്ലിം മത പാർട്ടിയാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ ഈ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ഒന്നുകിൽ ഞാൻ പോയി നോട്ടയ്ക്ക് വോട്ട് ചെയ്യും, അല്ലാത്ത പക്ഷം ഞാൻ വോട്ട് ചെയ്യാനേ പോയില്ല. എന്തായാലും ശരി തന്നെ ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഇനി കോൺഗ്രസിന് വോട്ട് കൊടുക്കുന്ന ഒരു പ്രശ്നവും ഉദിക്കുന്നേ ഇല്ല. ഈ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ സുപ്രീം കോടതിയിൽ ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കേസ് ഫയൽ ചെയ്തപ്പോൾ ഈ KLCയെയും ഈ KRLCCയും ഒക്കെ എവിടെ ആയിരുന്നു? ഈ കാസ എന്ന് പറയുന്ന ഒരു സംഘടന അല്ലാതെ മറ്റാരാണ് സുപ്രീം കോടതിയിൽ മുനമ്പത്തെ ജനതയ്ക്ക് വേണ്ടിയിട്ട് ഹർജി ഫയൽ ചെയ്തത്? കാസ മാത്രമായിരുന്നു ഈ മുസ്ലിം ലീഗിന്റെ ഹർജിയെ എതിർത്തുകൊണ്ട് ഈ സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരള സർക്കാർ കൂടി സുപ്രീം കോടതിയിൽ പോയി അവിടുത്തെ കേസിൽ കക്ഷി ചേർന്നു. എന്തിനാണ്? അവരുടെ ഏക ലക്ഷ്യം മുസ്ലിങ്ങളുടെ വോട്ട് നേടിയെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവരെ പ്രകടിപ്പിക്കുക, അവരെ സംതൃപ്തിപ്പെടുത്തുക, അതിലൂടെ മുസ്ലിങ്ങളുടെ വോട്ട് തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ മുനമ്പംകാരോട് അവസാനമായി അഭ്യർത്ഥിക്കുന്നു, ഈ നിഷ്ഫലമായ രാഷ്ട്രീയ പ്രേരിതമായ നാളത്തെ ഈ എറണാകുളം കോയലിൽ നടക്കുന്ന പരിപാടിയിൽ നിങ്ങൾക്ക് അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ 2-3 വർഷമായിട്ട് നിങ്ങളെ ഈ ദുരിതത്തിൽ തള്ളിത്താഴ്ത്തിയ കോൺഗ്രസ് സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഈ യോഗത്തിൽ നിങ്ങൾ ആരും പങ്കെടുക്കരുത്. അങ്ങനെ പങ്കെടുത്തത് കൊണ്ട് നിങ്ങളുടെ പൈതൃകത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരം മറ്റുള്ളവർക്ക് നിങ്ങൾ സ്വന്തമായി നൽകരുത്. എന്തായാലും മാസങ്ങൾക്കകം ഈ മുനമ്പം വിഷയം പരിഹരിക്കപ്പെടാൻ പോവുകയാണ്. അതിന്റെ ക്രെഡിറ്റ് ആർക്കും അവകാശപ്പെട്ടതല്ല, അതിന്റെ ക്രെഡിറ്റ് ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. കാരണം ഈ പ്രശ്നം ഈ രീതിയിൽ പരിഹരിക്കപ്പെടണം എന്നുള്ളത് ദൈവ നിശ്ചയം ആയിരുന്നു. ഇതിൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു ക്രെഡിറ്റും എടുക്കാനുള്ള ഒരു അവകാശവും ഇല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.